السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ولو كره الكافرون. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الأب الرحيم رحمة للعالمين والمعلم الكريم والمربي ذو الخلق العظيم بالمؤمنين رؤوف رحيم. وصلى الله وسلم على النبي الأمين وعلى آله الطيبين الطاهرين وصحابته الغر الميامين ومن سار على نهجهم إلى يوم الدين. أما بعد. اللهم رب زدنا علما يا كريم. ഏറെ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സീറ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖ് കൊണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അല്പാൽപമെങ്കിലും പഠിക്കാനും അള്ളാഹു നമുക്ക് നൽകിയ അവസരം, അത് ഞാനും നിങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യയെ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ അണുവിട തെറ്റാതെ പിൻപറ്റുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കി ഫത്ഹായി. പിന്നെ മക്കയിൽ 19 ദിവസം താമസിച്ചതിനു ശേഷം പിന്നീട് തിരിച്ചു മദീനയിലേക്കല്ല പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. മക്കയിൽ തന്നെ ഫത്ഹു മക്കയുടെ ഓരോ സംഭവ വികാസങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അൻസാരികളായ സ്വഹാബിമാർക്ക് ഒരാശങ്കയുണ്ടായതും, ഇനി അള്ളാഹുവിൻ്റെ റസൂലെങ്ങാനും പഴയ കുടുംബക്കാരെയും അതുപോലെ തന്നെ സ്വന്തം ജന്മനാടും ഒക്കെ കണ്ടപ്പോൾ ഇവിടെ തന്നെ തുടരുമോ എന്ന് ഒരാശങ്ക പ്രകടിപ്പിച്ചതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിളിച്ചുകൂട്ടി, അങ്ങനെയല്ല, ഞാൻ അള്ളാഹുവിലേക്ക് ഹിജ്റ പോയി, അതോടൊപ്പം ഞാൻ മദീനയിലേക്ക്, നിങ്ങളുടെ അടുത്തേക്ക്, അൻസാരികളോട് അടുത്തേക്കും കൂടിയാണ് ഞാൻ ഹിജ്റ വന്നത്. ഇനി എൻ്റെ മരണവും ശേഷ ജീവിതവും ഒക്കെ അൻസാരികളായ നിങ്ങളോടൊപ്പം തന്നെയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. പക്ഷേ ഫത്ഹു മക്കയ്ക്ക് ശേഷം നേരെ മദീനയിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. അതിനു പകരം മക്കയുടെ കിഴക്കു ഭാഗത്തുള്ള ഏകദേശം ഒരു 26 കിലോമീറ്റർ ദൂരം ഉള്ള ഹുനൈൻ എന്ന പ്രദേശത്തേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയത്. ഇന്ന് ഷറായ എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണത് ഹുനൈൻ. അവിടേക്ക് പോകാൻ ചില കാരണങ്ങളുണ്ടായി. ഹുനൈനിൽ യുദ്ധം എന്ന പേരിലുള്ള യുദ്ധത്തെ ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇസ്ലാമിൽ ഏറ്റവും അധികം, അന്ന് വരെയുള്ള ചരിത്രം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾബലമുണ്ടായിരുന്നൊരു യുദ്ധം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് തന്നെ നമ്മുടെ കൂട്ടത്തിൽ അത്യാവശ്യം ആൾബലമുണ്ട്, ഒരു എണ്ണം സംഖ്യയുണ്ട്, അതുകൊണ്ട് ജയം സുനിശ്ചിതമാണ് എന്നൊരു ധാരണ മുസ്ലിങ്ങളിൽ പലർക്കും ഉണ്ടാവുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുനൈൻ എന്ന സ്ഥലവും ആ യുദ്ധത്തിലെ സന്ദർഭങ്ങളും അടക്കം എടുത്ത് ഉദ്ധരിച്ചതും നമുക്ക് കാണാൻ കഴിയും. ഹുനൈനിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകാനുള്ള കാരണം, ആളുകൾ പ്രധാനമായും ഹവാസിൻ ഗോത്രം, അതുപോലെ തന്നെ ത്വായിഫിലുള്ള സഖീഫ് ഗോത്രം, മറ്റു പല ഗോത്രങ്ങളും, ചെറിയ ഹവാസിൻ ഗോത്രത്തിലെ തന്നെ പല ഉപശാഖകളുടെയും ഒക്കെ പല ആളുകളും, ചില ഗോത്രങ്ങൾ മുഴുവനും തന്നെയും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഒരു സൈന്യത്തെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത ലഭിച്ചതുകൊണ്ടാണ്. മക്ക കീഴടങ്ങിയത് ഹവാസിൻകാരും അതുപോലെ തന്നെ ത്വായിഫുകാരും ഒക്കെ അറിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചതാണ്
മുഹമ്മദ് എങ്ങാനും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ആക്രമിക്കാൻ വന്നാൽ, അതല്ലെങ്കിൽ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിർബന്ധ ബുദ്ധി അവർക്ക് തോന്നി. അങ്ങനെ അവർ കുറേ ഗോത്രങ്ങൾ ചേർന്ന്, ചെറിയ ചെറിയ ഗോത്രങ്ങളൊക്കെ ചേർന്ന് ഒരു 20,000-ഓളം വരുന്ന ആളുകൾ, ഒരു സൈന്യം പല ഗോത്രങ്ങളിൽ നിന്ന്, പ്രധാനമായും ഹവാസിൻ ഗോത്രം, ഹവാസിൻ എന്ന ഗോത്രം മഖ്സൂം ഗോത്രത്തെ ഒക്കെ പോലെ വളരെ അറിയപ്പെട്ട ഒരുപാട് ശാഖകളുള്ള ഗോത്രമാണ്. അപ്പോൾ ഹവാസിൻ ഗോത്രം ഭൂരിഭാഗവും വളരെ ചുരുങ്ങിയ 2 ശാഖകൾ ഒഴിച്ച് ബാക്കി എല്ലാ ശാഖകളും ഹവാസിൻ ഗോത്രത്തിൽ നിന്ന് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറായി. ത്വായിഫിൽ ജീവിച്ചിരുന്ന സഖീഫ് ഗോത്രം പ്രസിദ്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫുകാരുടെ അടുത്തേക്ക് പോയതും ഒക്കെ നമ്മൾ തുടക്കത്തിൽ വിവരിച്ചിരുന്നു. അപ്പോൾ പ്രധാനമായും സഖീഫ് ഗോത്രവും ഹവാസിൻ ഗോത്രവും ചേർന്ന് അതിൽപ്പെട്ട ഉപശാഖകളും ഒക്കെ ചേർന്ന് ഗത്ഫാൻ ഗോത്രത്തിലെ ചില ശാഖകളും, ബനു നസർ, ബനു സഅദ് ബിൻ ബക്കർ, ബനു ജുഷം എന്നിങ്ങനെയുള്ള ചില ശാഖകളും ഒക്കെ ചേർന്ന് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കണമെന്ന ഉദ്ദേശത്തിൽ ഒരു വലിയ സൈന്യത്തെ അവിടെ സജ്ജമാക്കി. കഅബ്, കിലാബ് എന്നീ 2 ഗോത്രങ്ങൾ മാത്രമാണ് ഹവാസിൻ എന്ന വലിയ ഗോത്രത്തിൽ നിന്ന്, ആ വലിയ തറവാട്ടിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന ആളുകൾ. അറബി സാഹിത്യ ചരിത്രത്തിൽ പഴയകാല അറബി കവിയായി അറിയപ്പെട്ടൊരു മനുഷ്യനുണ്ട്. ദുറൈദ് ഇബ്നു സിമ്മ എന്നാണ് അയാളുടെ പേര്. അയാൾ അന്ന് വാർദ്ധക്യത്തിലെത്തി, വളരെ പ്രായമായൊരു മനുഷ്യനാണ്. അയാൾ ഈ പറഞ്ഞ ബനു ജുഷം എന്ന് പറയുന്ന ഹവാസിൻ ഗോത്രത്തിലെ തന്നെ ഒരു ശാഖയുടെ തലമുതിർന്ന ആളാണ്. അതിലൊരു നേതാവ് എന്ന രൂപത്തിൽ ഗണിക്കപ്പെടുന്ന ആളാണ്. വളരെ പ്രായമുള്ള, ഒരുപാട് അനുഭവ പരിചയമുള്ള കവിയായ ഒരു മനുഷ്യൻ. ഈ ദുറൈദ് എന്ന മനുഷ്യനെ ഈ തൻ്റെ ഗോത്രം ഉൾക്കൊള്ളുന്ന തൻ്റെ കുടുംബക്കാരും അതുപോലെ തന്നെ സമീപ ഗോത്രങ്ങളും ഒക്കെ ചേർന്ന് മാലിക് ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ നേതാവാക്കി, സേനാനായകനാക്കി തുടങ്ങുന്ന ഈ ഒരു സൈനിക നടപടി അദ്ദേഹത്തിന് ഒരു ബുദ്ധിയുള്ള തീരുമാനമായി തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഈ 30 വയസ്സുള്ള മാലിക് ഇബ്നു ഔഫിനെ വളരെ പ്രായമായി ജീവിതത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിലെത്തി എന്ന് മനസ്സിലാക്കാവുന്ന ദുറൈദ് വിളിച്ചു. മാലിക് എന്ന് പറയുന്ന ഈ 20,000-ഓളം വരുന്ന കുഫാറുകളുടെ സൈന്യത്തിൻ്റെ നേതാവിനെ അദ്ദേഹം വിളിച്ചു. അത് മാലിക്കിനോട് ചോദിച്ചു, എന്താണ് നിൻ്റെ പദ്ധതി? അപ്പോൾ മാലിക് ഇബ്നു ഔഫ് എന്ന ഈ മനുഷ്യൻ, അയാൾ തീരുമാനിച്ചത് എന്തു വന്നാലും ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ്. അതുകൊണ്ട് അയാൾ ചെയ്തത്, എവിടെയാണോ ആ ഗോത്രങ്ങൾ താമസിക്കുന്നത് അവിടെയുള്ള എല്ലാ സമ്പത്തും കൊണ്ടാണ് അവർ യുദ്ധത്തിന് വന്നത്. ഒന്നുകിൽ ജയം, അല്ലെങ്കിൽ പിന്നെ എല്ലാം നശിച്ച് ഇവിടെ തന്നെ മരിക്കുക എന്നൊരു തീരുമാനത്തിലാണ് അയാളുള്ളത്. സ്ത്രീകളെയും കുട്ടികളെയും അതുപോലെ തന്നെ ആടുമാടുകളെയും അവരുടെ സമ്പത്തുകളെയും ഒക്കെ എടുത്തുകൊണ്ടാണ് അയാൾ യുദ്ധത്തിൽ വരുന്നത്. എല്ലാവരോടും അങ്ങനെ യുദ്ധത്തിന് ഒരുമിച്ച് കൂടാനാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ദുറൈദ് വിളിക്കുന്നത്. ദുറൈദ് പ്രായാധിക്യമായ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, മാലിക്, നീ ചെയ്യുന്നത് എന്താണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടോ? ഔത്താസ് എന്ന് പറയുന്ന ഒരു താഴ്വരയിലാണ് ഈ ശത്രു സൈന്യം തമ്പടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ ഔത്താസ് യുദ്ധം എന്നും ഹുനൈൻ യുദ്ധത്തിന് പറയാറുണ്ട്. ഔത്താസിൽ തമ്പടിച്ച ദുറൈദ് മാലിക്കിനോട് ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും, ഞാനിപ്പോൾ എൻ്റെ കൂടാരത്തിലിരിക്കുമ്പോൾ ആടുമാടുകളുടെ ശബ്ദങ്ങളും കുട്ടികളുടെ കരച്ചിലും സ്ത്രീകളുടെ സംസാരങ്ങളും ഒക്കെ ഞാൻ കേൾക്കുന്നു. ഇങ്ങനെ എല്ലാ സമ്പത്തും കുടുംബവും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോയി യുദ്ധത്തിൽ നശിപ്പിക്കാനാണോ നിൻ്റെ തീരുമാനം? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും ബാക്കിയില്ലാത്ത വിധം ഈ പറഞ്ഞ ഗോത്രങ്ങളെയൊക്കെയും നാശത്തിലേക്ക് തള്ളിവിടാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത്? പക്ഷെ മാലിക് ഇബ്നു ഔഫ് അയാളുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന് മാറിയില്ല. അയാൾ പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ നിന്ന് ആരും പിന്തിരിഞ്ഞു പോകരുത്. പിന്തിരിഞ്ഞു പോയി പിന്നെ അയാളുടെ കുടുംബത്തിലേക്കോ പിന്നെ സമ്പത്തിലേക്കോ ഒക്കെ പോകണമെന്നൊരു ചിന്ത ഉണ്ടായാൽ തന്നെ അതൊക്കെയും ഇവിടെ തന്നെയാണല്ലോ. ഞാനിവിടെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞാൽ എൻ്റെ കുടുംബവും കൊല്ലപ്പെടും, അതുപോലെ തന്നെ എൻ്റെ സമ്പത്തും നശിക്കും എന്ന ചിന്ത ഒരാൾക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഇവരൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞത്. ദുറൈദ് വീണ്ടും ചോദിച്ചു, കാബും കിലാബും എവിടെ? ആ 2 ഗോത്രങ്ങൾ എവിടെ? അവർ 2 പേരിൽ ഒരാളും ഈ യുദ്ധത്തിന് ഹാജരായിട്ടില്ല. ഒരു ഹവാസിൻ ഗോത്രത്തിലെ 2 ശാഖകളായ കാബും കിലാബും, ഈ 2 ഗോത്രത്തിൽ നിന്ന് ഒരാളും ഇവിടെ സന്നിഹിതരായിട്ടില്ല. അപ്പോൾ ദുറൈദ് പറഞ്ഞു, കാബും കിലാബും ചെയ്തതുപോലെ, ആ ബുദ്ധിയുള്ള ആലോചിക്കുന്ന ആ 2 ഗോത്രങ്ങൾ ചെയ്തതുപോലെ നിനക്കും ചെയ്തുകൂടെ മാലിക്കേ?
നീ എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു നാശത്തിലേക്ക് നിൻ്റെ ജനതയെ മുഴുവൻ തള്ളിവിടുന്നത്? പക്ഷേ എന്നിട്ടും മാലിക് ഇബ്നു ഔഫിന് തീരുമാനത്തിന് മാറ്റമുണ്ടായില്ല. അയാൾ യുദ്ധത്തിന് പുറപ്പെടും, മുസ്ലിങ്ങളെ നശിപ്പിക്കും, ഇസ്ലാമിനെ തകർക്കും എന്ന ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് അയാളുണ്ടായത്. പിന്നെ അയാൾ യുദ്ധത്തിനുള്ള സാമഗ്രികളൊക്കെ തയ്യാറാക്കി. കൃത്യമായി യുദ്ധത്തിന് വേണ്ടി ആദ്യം കുതിരപ്പടയാളികൾ, പിന്നെ കാലാൾ പടയാളികൾ, എല്ലാവർക്കും പിന്നിൽ സ്ത്രീകളും കുട്ടികളും, അതുപോലെ തന്നെ അതിന് പിന്നിൽ കന്നുകാലികൾ, ഇങ്ങനെ അയാൾ സൈന്യത്തെ ഈ ഔത്താസ് എന്ന് പറയുന്ന താഴ്വരയിൽ അണിനിരത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞതുപോലെ മക്കയിൽ നിന്ന് നേരെ ഈ സൈന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഹുനൈനിലേക്ക്, ഈ ഔത്താസ് എന്ന് പറയുന്ന താഴ്വരയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അബ്ദുല്ലാഹി ഇബ്നു അബി ഹദർ എന്ന് പറയുന്ന അസ്ലം ഗോത്രക്കാരനായ ഒരു മനുഷ്യനെ ചാരനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ വേണ്ടി അവിടെ ചെന്ന് നിരീക്ഷിച്ച് എന്താണ് അവരുടെ അവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിയോഗിക്കുകയുണ്ടായി. അയാൾ സൂത്രത്തിൽ ഹവാസിൻ ഗോത്രത്തിൻ്റെ അടുത്ത് ചെന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സുരക്ഷിതമായി തിരിച്ചു വന്ന് അവരുടെ കാര്യങ്ങൾ, വിവരങ്ങൾ ഒക്കെ അറിയിക്കുകയും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹുനൈൻ യുദ്ധത്തിൽ 12,000 ആളുകളാണുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നപ്പോൾ കൂടെ 10,000-ഓളം, ഏകദേശം 10,000 വരുന്ന ആളുകളാണുള്ളത്. ഈ 2,000 ആളുകൾ മക്കയിൽ നിന്ന് പിന്നീട് മുസ്ലിമായ, അല്ലെങ്കിൽ മക്കയിൽ നിന്ന് മുസ്ലിം ആയതല്ലാത്തതുമായ ആളുകളും ഒക്കെ ചേർന്നിട്ടാണ് ഈ 2,000 ആളുകൾ. ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, മുസ്ലിം അല്ലാതിരുന്ന മക്കം ഫത്തഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ച കൊടുത്ത, അന്നും ഷിർക്കിൽ തന്നെ നിലകൊള്ളുന്ന, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വിശ്വസിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സഫ്വാൻ ഇബ്നു ഉമയ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ പിന്നെയും കുറച്ച് കഴിഞ്ഞ് വിശ്വസിക്കാം, ഒരല്പം കൂടി സമയം വേണം എന്ന് പറഞ്ഞ ആളുകളടക്കം ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പൂർണ്ണമായും മുസ്ലിങ്ങൾ മാത്രമല്ല, അവർ ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച്. അതിൽപ്പെട്ട നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്ത സഫ്വാൻ ഇബ്നു ഉമയ്യ, അദ്ദേഹം ഈ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അന്നും അദ്ദേഹം മുശ്രിക്കാണ്. ഇദ്ദേഹത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ആയുധങ്ങളും പടച്ചട്ടകളും ഒക്കെ കടം വാങ്ങിയതും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് പടച്ചട്ടകളും ആയുധങ്ങളും മുസ്ലിം സൈന്യത്തിന് ആവശ്യമുള്ള ചില യുദ്ധ സാമഗ്രികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാങ്ങി. അപ്പോൾ അയാൾ ചോദിച്ചു, അഗസ്ബൻ യാ മുഹമ്മദ്, മക്ക കീഴടക്കി തനിക്ക് വിട്ടുവീഴ്ച തന്ന് തന്നെ കൊല്ലില്ല എന്ന് പറഞ്ഞ് എല്ലാവർക്കും മാപ്പ് നൽകി എല്ലാവിധ അധികാരങ്ങളും ഏറ്റിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഫ്വാൻ ചോദിച്ചു പോയി. സഫ്വാൻ, വലിയ സമ്പത്തുള്ള സഫ്വാൻ ചോദിച്ചു, മുഹമ്മദ്, നീ എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയാണോ? ഇത് എന്നിൽ നിന്ന് എൻ്റെ സമ്പത്ത്, അധികാരം ഉപയോഗിച്ച് നീ പിടിച്ചെടുക്കുകയാണോ? അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ ആരിയത്തുൻ മദ്മൂന, അല്ല സഫ്വാൻ, നിന്ന് പിടിച്ചെടുക്കുകയല്ല, പിടിച്ചെടുക്കാൻ അള്ളാഹുവിൻ്റെ റസൂലിന് അർഹതയില്ലാഞ്ഞിട്ടല്ല, ഇത് നിന്നിൽ പിടിച്ചെടുക്കുകയല്ല, ഇത് കടമായി, ഒരു വായ്പയായി വാങ്ങിയതാണ്. ഇത് നിനക്ക് തന്നെ യുദ്ധാവശ്യത്തിന് വേണ്ടി വാങ്ങിയത്, അത് നിനക്ക് തന്നെ തിരിച്ച് തരികയും ചെയ്യുന്നു. 100ഓളം പടച്ചട്ടകൾ സഫ്വാൻ ഇബ്നു ഉമയ്യയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടമായി മുസ്ലിം സൈന്യത്തിന് വേണ്ടി വാങ്ങി എന്ന് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബി റബീഅയിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3000-ഓ 4000-ഓ രൂപ പൈസ, ദിർഹം കടം വാങ്ങി എന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവരൊക്കെയും ഈ പറഞ്ഞ സഫ്വാൻ ഇബ്നു ഉമയ്യ, അതുപോലെ തന്നെ പല ആളുകളും മുശ്രിക്കീങ്ങളും അടക്കമുള്ള ഒരു സൈന്യവും കൊണ്ടാണ്, 12,000-ഓളം വരുന്ന സൈന്യവും കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുനൈനിലേക്ക് പോകുന്നത്. സുഹൈൽ ഇബ്നു അംർ പോലെയുള്ള ആളുകളും ഈ സൈന്യത്തിലുണ്ട്. സുഹൈൽ ഇബ്നു അംറിനെ നമുക്കറിയാം, ഹുദൈബിയ സന്ധിയിൽ മുശ്രിക്കുകളുടെ, മക്ക ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വരുന്ന, ആ കരാർ എഴുതി ഒപ്പിടുന്ന അപ്പുറത്തുള്ള ആളാണ് സുഹൈൽ ഇബ്നു അംർ. പിന്നീട് അദ്ദേഹം മുസ്ലിം ആകുന്നുണ്ട്. അങ്ങനെ അന്നുവരെയുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ അന്നുവരെയുള്ള സൈനിക നടപടികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ, 12,000 ആളുകൾ വരുന്ന സൈന്യമാണ് ഈ സൈന്യം. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മുസ്ലിങ്ങളിൽ തന്നെ പലർക്കും നമ്മുടെ ആൾബലം ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഈ ആൾബലം ഉപയോഗിച്ച് നമുക്ക് വിജയം കരസ്ഥമാക്കാം എന്നൊരു ചിന്ത ഉണ്ടായി. അത് മുൻപ് ഉഹദിലും അങ്ങനെ ഒരു ചിന്തയുടെ ലാഞ്ചന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ചിന്ത മനുഷ്യർക്ക് വരുമ്പോൾ, ഈ ഒരു ചിന്ത എന്ന് പറയുമ്പോൾ ആൾബലം എന്നതല്ല, ഭൗതികമായ സാഹചര്യങ്ങൾ മാത്രം എല്ലാം തയ്യാറായി കഴിഞ്ഞാൽ, എല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞാൽ
മുസ്ലിം സമൂഹത്തിന് വിജയം കൈവരിക്കാൻ കഴിയും എന്ന ചിന്ത തെറ്റാണ്. ആ ചിന്തയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമയാസമയങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ ചില പരീക്ഷണങ്ങളിലൂടെ ചില പാഠങ്ങളിലൂടെ തിരുത്തി കൊടുക്കുന്നത് കാണാൻ കഴിയും. എല്ലാവിധ ഭൗതികമായ സാഹചര്യങ്ങളും ഒക്കെ ശരിയായി, ആൾബലമുണ്ട്, ആയുധബലമുണ്ട്, പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവിധ സാധന സാമഗ്രികളും ഒക്കെയുണ്ട്. പക്ഷേ എന്നാലും വിജയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. വിജയത്തിൻ്റെ അടിസ്ഥാനം, എവിടെയുമുള്ള വിജയത്തിൻ്റെ അടിസ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖാണ്, അള്ളാഹുവിൻ്റെ സഹായമാണ്. അത് ഭൗതികമായി എത്ര വലിയ ഉയർന്ന സൈന്യമായിരുന്നാൽ ഒരുപക്ഷെ പരാജയം രുചിച്ചേക്കാം. ഭൗതികമായി എത്ര ചെറിയ സൈന്യമായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടു കൂടി അത് വിജയവും വരിച്ചേക്കാം. ഭൗതികമായി നമ്മുടെ എണ്ണപ്പെരുപ്പം കൊണ്ട് ഒരു മനുഷ്യനും ഒരഹങ്കാരവും ഒരു അഭിമാനവും ഒന്നും തോന്നേണ്ടതില്ല എന്ന് ഈ ഹുനൈൻ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ പാഠങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സൂറത്തു തൗബയിൽ 25-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അങ്ങനെ തന്നെ എടുത്തു പറയുന്നുണ്ട്. ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ വയൗമ ഹുനൈനിൻ. അള്ളാഹു നിങ്ങളെ ഒരുപാട് സമയങ്ങളിൽ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് മവാത്തിനുകളിൽ, ഒരുപാട് സന്ദർഭങ്ങളിൽ അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വയൗമ ഹുനൈനിൻ, ഹുനൈനിലെ ദിവസം, ഹുനൈൻ യുദ്ധം, ആ ദിവസവും അള്ളാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇദ് അഅജബത്കും കസ്റത്തുക്കും, അന്ന് നിങ്ങളുടെ അവസ്ഥ, നിങ്ങളുടെ കസ്റത്ത്, നിങ്ങളുടെ ആധിക്യം, നിങ്ങളെ തന്നെ ഒന്ന് ഒരു ഇജാബ് ഉണ്ടാക്കിയ, നിങ്ങൾക്ക് തന്നെ ഒരു ആത്മപ്രശംസ തോന്നിയ നമ്മൾ വലുതാണ്, നമുക്ക് വിജയം സുനിശ്ചിതമാണ് എന്നൊക്കെ തോന്നിയ ഒരു ദിവസം. ഫലം തുഗ്നി അൻകും ഷൈഅ, പക്ഷേ നിങ്ങളുടെ ആൾപ്പെരുപ്പം, ആൾബലം അത് ഒരു ഉപകാരവും നിങ്ങൾക്ക് ചെയ്തു തന്നില്ല. വലാഖത് അലൈക്കുമുൽ അർളു ബിമാ റഹുബത്, വളരെ വിശാലമായിരുന്ന ഈ ഭൂമി യുദ്ധത്തിൻ്റെ കാഠിന്യം കൊണ്ട് നിങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നിയ ഹുനൈൻ ദിവസം. സുമ്മ വല്ലൈത്തും മുദ്ബിരീൻ, പിന്നീട് നിങ്ങൾ ശത്രുവിൻ്റെ ആകസ്മികമായ ആ ഒരു ശത്രുവിൻ്റെ ആക്രമണമേറ്റ് നിങ്ങൾ പിന്തിരിഞ്ഞോടിയ ദിവസം. എല്ലാം ഉഷാറാണ്, എല്ലാം തയ്യാറാണ് എന്ന് കരുതി വളരെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ചെറിയ ഒരു പരീക്ഷണം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സൈന്യത്തിന്, ലോകം എമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക്, ലോകാവസാനം വരേക്കുള്ള മുസ്ലിങ്ങൾക്ക് ഒരു പാഠമെന്നോണം ഹുനൈൻ യുദ്ധത്തെ പഠിപ്പിച്ചു എന്നതാണ്. ആദ്യഘട്ടത്തിൽ ഹുനൈൻ യുദ്ധത്തിൻ്റെ തുടക്കം മുസ്ലിങ്ങൾ പിൻവാങ്ങിക്കൊണ്ടായിരുന്നു. മുസ്ലിങ്ങളിൽ പലരും, പ്രത്യേകിച്ച് പുതിയ മുസ്ലിങ്ങളായ, ഫത്ഹു മക്കയിൽ മുസ്ലിങ്ങളായ പലരും, അതുപോലെ തന്നെ അന്നും മുശ്രിക്കുകളായ പലരും അന്ന് പിന്തിരിഞ്ഞ് ഓടുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വളരെ ചുരുക്കം സ്വഹാബിമാർ മാത്രമാണ് അന്ന് അവശേഷിച്ചത്. മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ അത്താബ് ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹുവിനെയാണ് മക്കയിൽ ഗവർണറായി നിശ്ചയിച്ചത്. അന്ന് വരെയുള്ള ചരിത്രത്തിൽ മക്കയിൽ ഒരു അധികാരിയും ചുമതലയേറ്റിട്ടില്ല. ഇസ്ലാമിലെ മക്കയിലെ ആദ്യത്തെ അധികാരിയാണ്, റസൂലിൻ്റെ പ്രതിനിധിയാണ് അത്താബ് ഇബ്നു ഉസൈദ്. അതുവരെ മദീന മാത്രമാണ് മുസ്ലിങ്ങളുടെ കയ്യിലുള്ളത്, ഇപ്പോഴാണ് മക്ക കീഴടങ്ങിയത്. അപ്പോൾ അത്താബ് ഇബ്നു ഉസൈദ് റളിയല്ലാഹു അൻഹുവാണ് അവ്വലു അമീരിൻ ഫിൽ ഇസ്ലാമി അല മക്ക, മക്കയിലെ മുസ്ലിം അധികാരപ്പെട്ട ആദ്യത്തെ ഒരു ഗവർണർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്യോഗസ്ഥൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് പോയി. ഹുനൈനിലേക്ക് പോകുമ്പോൾ അന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ മക്കം ഫത്ഹിൽ മുസ്ലിങ്ങളായ, അതായത് ഇസ്ലാമിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള കുറേ ആളുകൾ ആ സൈന്യത്തിലുണ്ട് നമ്മൾ സൂചിപ്പിച്ചു. അന്ന് അവർക്കിടയിലുണ്ടായൊരു സംഭവം ഒരു പക്ഷേ കേട്ടിട്ടുള്ളതാകാം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിലൊക്കെ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളിലേക്ക് ശിർക്ക് എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നും എത്രമാത്രം ഗൗരവം മുസ്ലിങ്ങൾ അതിന് ആദർശത്തോട്, തൗഹീദിനോട് കാണിക്കണം എന്നും പഠിപ്പിച്ചിരുന്ന സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് കൂടി കടന്നുപോയി. ആ സ്ഥലത്ത് ഒരു നല്ല പച്ചപ്പുള്ള ഒരു വൃക്ഷമുണ്ടായിരുന്നു. ദാത്തു അൻവാത്ത് എന്ന് ജനങ്ങൾ പേരിട്ട് വിളിക്കുന്ന വൃക്ഷം. ആ വൃക്ഷത്തിൻ്റെ അടുക്കൽ ആളുകൾ ഭജനയിരിക്കും, അവിടെ ഇഅ്തികാഫ് ഇരിക്കും, തങ്ങളുടെ ആയുധങ്ങളൊക്കെ ആ വൃക്ഷത്തിൽ അതിലൊരു അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെ ഒരു കെട്ടിത്തൂക്കും. അങ്ങനെ അവരൊരു പവിത്രമായി കാണുന്ന, അവരൊരു ആരാധിക്കുന്ന ഒരു വൃക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതിനടുക്കൽ വെച്ച് അവർ ബലിയിറക്കും. അങ്ങനെ പല ആരാധനകളൊക്കെ നടക്കുന്ന ഒരു കേന്ദ്രം. അതിനടുത്തുകൂടി ഈ മുസ്ലിം സൈന്യം കടന്നു പോയപ്പോൾ ഈ പറഞ്ഞ ഈ വളരെ അടുത്ത് മുസ്ലിമായ ആളുകൾ, കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളവർ ഇസ്ലാമിലേക്ക് വന്നിട്ട് ശരിയായ അഖീദയും തൗഹീദും ഒന്നും അവരിൽ രൂഢമൂലമായിട്ടില്ല. അവരിൽ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്. ഈ ആളുകൾക്ക് ദാത്തു അൻവാത്ത് എന്ന് പറഞ്ഞ വൃക്ഷമുള്ളതുപോലെ നമുക്കും വേണം ഒരു വൃക്ഷം.
നമുക്കും വേണം ഒരു മരം ഇതുപോലെ നമ്മുടെ ആയുധങ്ങളൊക്കെ ഒന്ന് കെട്ടിത്തൂക്കാൻ, അവിടെ എത്തിക്കാഫൊക്കെ ഇരിക്കാൻ, അവിടെ വെച്ച് ബലിയെറുക്കാൻ, അങ്ങനെ ഒരു പുണ്യസ്ഥലം, ഒരു തീർത്ഥാടന കേന്ദ്രം നമുക്കും വേണം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഖുൽതും വല്ലദീ നഫ്സി ബിയദി കമാ ഖാല ഖൗമു മൂസ. പണ്ട് മൂസാ നബിയുടെ ജനസമൂഹം അദ്ദേഹത്തോട് പറഞ്ഞ അതേ വാചകങ്ങളാണല്ലോ നിങ്ങൾ പറയുന്നത്. ആ വാക്കിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. മുൻകാല സമൂഹങ്ങളിൽ എപ്രകാരമാണോ ഓരോ തിന്മകൾ ഇങ്ങനെ കടന്നു വന്നത്, പ്രത്യേകിച്ചും ശിർക്ക് കടന്നു വന്നത്, ആ വഴികളെയൊക്കെ മുസ്ലിം സമൂഹം പേടിക്കണമെന്ന പാഠം. മുൻകാല സമൂഹങ്ങളെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അത്രയേറെ പരാമർശങ്ങളുള്ളത്, പ്രത്യേകിച്ച് ബനു ഇസ്രായേലിനെ കുറിച്ച് അത്രയേറെ പരാമർശമുള്ളത്, അവരിൽ നിന്ന് എണ്ണമറ്റ പാഠങ്ങൾ മുസ്ലിങ്ങളായി നമുക്ക് പഠിക്കാനുണ്ട് എന്നതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ കൂടിയാണ് ബനു ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ മഹാനായ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം. 136 തവണ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം. ബനു ഇസ്രായേലിയർ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ മുതൽ തുടങ്ങുന്നു. അൽ ബഖറ എന്ന് സൂറത്തുൽ ബഖറയ്ക്ക് പേര് വരാനുള്ള കാരണം തന്നെ ബനു ഇസ്രായേലിയർക്കിടയിൽ മൂസാ നബിയുടെ ആ സമൂഹത്തിനിടയിൽ സംഭവിച്ച പശുവുമായി ബന്ധപ്പെട്ട, പശുവിനെ ബലിയെറുക്കുന്നതുമായി വേണ്ട സംഭവം കൊണ്ടാണ്. അങ്ങനെ ഖുർആനിൽ ബനു ഇസ്രായേലിനെ കുറിച്ച് അനവധി എണ്ണമറ്റ പരാമർശങ്ങളുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൂസാ നബിയുടെ അനുയായികൾ എന്താണോ മൂസയോട് പറഞ്ഞത് അത് തന്നെയാണല്ലോ നിങ്ങളും പറയുന്നത്, അള്ളാഹുവാണ് സത്യം. അവരെന്താണ് പറഞ്ഞത്? ഖുർആനിൽ അള്ളാഹു അത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. എല്ലാം കഴിഞ്ഞ് എല്ലാ അള്ളാഹുവിൻ്റെ പല ദൃഷ്ടാന്തങ്ങളും നേർക്ക് നേരിൽ കണ്ട് മൂസാ നബി അലൈഹിസ്സലാമയുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുന്ന വടി പാമ്പായി മാറുന്നതും, മൂസാ നബിയുടെ കൈ വെളുത്തു പ്രകാശിക്കുന്നതും, 2 മലകൾ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിനെ ഇങ്ങനെ പിളർത്തി മാറ്റി തങ്ങളെ രക്ഷപ്പെടുത്തുന്നതും, തങ്ങളെ അത്രകാലവും പീഡിപ്പിച്ച തങ്ങളുടെ മക്കളെ കൊന്നൊടുക്കിയ ഫിർഔൻ മുങ്ങിച്ചാകുന്നതും, മന്നയും സെൽവയും ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി കൊടുക്കുന്നതും ഒക്കെ നേരിൽ കണ്ടൊരു സമൂഹം മൂസാ നബിയുടെ സമൂഹം. ആ സമൂഹമാണ് പിന്നീട് മൂസാ നബിയോട് ചോദിച്ചത്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. മൂസ, നമുക്ക് ഈ പറഞ്ഞ നീ പറയുന്ന ഈ അള്ളാഹുവിനെ ഒന്നും ഇങ്ങനെ നമുക്കൊന്നും ഒരു ബിംബമോ ഒന്നുമില്ലാതെ നമുക്കൊന്നും ആരാധിക്കാൻ കഴിയില്ല. ആ മറ്റുള്ളവർക്കുള്ളതുപോലെ, ഈ മുശ്രിക്കീങ്ങൾക്ക് ഉള്ളതുപോലെ നമുക്കും കുറച്ച് ദൈവങ്ങൾ വേണം, നമുക്കും കുറച്ച് ആരാധിക്കാൻ പറ്റിയ കുറച്ച് സംഗതികൾ വേണം എന്നവരാണ് പറഞ്ഞത്. മൂസാ നബിയുടെ കൽപ്പനകൾ പിന്നീട് നിരവധി തവണ അവർ ധിക്കരിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് വേണ്ടി, ജിഹാദിന് വേണ്ടി എന്ന് കൽപ്പിക്കപ്പെട്ടപ്പോൾ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, ഈ അപ്പുറത്തുള്ള ശത്രുക്കളൊക്കെ നല്ല തടിമാടന്മാരാണ്, നമുക്കൊന്നും അവരോട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. മൂസ, നീയും നിൻ്റെ റബ്ബും വേണമെങ്കിൽ പോയി യുദ്ധം ചെയ്തോ, നമ്മളിവിടെ ഇങ്ങനെ ഇവിടെ ഇരുന്നോളാം, ഇന്നഹാഹുന ഖായിദൂൻ, നമ്മളിവിടെ ഇരുന്നോളാം, പോയി വിജയിച്ചു വന്നാൽ പിന്നെ നമ്മൾ ഫലസ്തീനിലേക്ക് പ്രവേശിച്ചോളാം, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞ സമൂഹമാണ് മൂസാ നബിയുടെ സമൂഹം. അപ്പോൾ ബനു ഇസ്രായേലിയരുടെ അതേ വാചകങ്ങളാണല്ലോ നിങ്ങളും ഈ പറയുന്നത് എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹ സുനൻ, ഈ ചര്യകൾ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഈ ചര്യകൾ സുനൻ, ഈ സുന്നത്തുകൾ അഥവാ ഈ നടപടി ക്രമങ്ങൾ, ഈ നിലപാടുകൾ, ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും സുന്നതൻ സുന്നതൻ, ഈ മുൻകാല സമൂഹങ്ങളിൽ എപ്രകാരമാണോ ഈ ശിർക്ക് പോലുള്ള ഇത്തരം ആദർശ വ്യതിയാനങ്ങൾ സംഭവിച്ചത്, തൗഹീദിൽ നിന്ന് ആളുകൾ തെന്നിമാറിപ്പോയത്, അങ്ങനെ ഓരോരോ ചര്യകൾ അതിലേക്ക് ഇങ്ങനെ കടന്നുകൂടി ഓരോരോ തെറ്റായ നിലപാടുകൾ വന്ന്, ആദർശങ്ങൾ വന്ന്, അത് എങ്ങനെയാണോ ഒരു ശപിക്കപ്പെട്ട ഒരു നാശമടഞ്ഞ ഒരു ജനതയായി മാറിയത്, അതുപോലെ മുസ്ലിം സമൂഹത്തിലും ഭാവിയിൽ അവരെന്താണോ ചെയ്ത അവരുടെ ആ നടപടിക്രമങ്ങൾ അതൊക്കെയും വീണ്ടും ആവർത്തിക്കപ്പെടും. ലതർകബുന്ന സുനന മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരുടെ സുനനുകളെ, നടപടിക്രമങ്ങളെ, സുന്നത്തുകളെ നിങ്ങളും ചെയ്യും. സുന്നത്തൻ സുന്നത്തൻ, ഓരോ സുന്നത്ത്, ആദ്യം ഒന്ന്, പിന്നെ അടുത്തത്, അങ്ങനെ മുസ്ലിം സമുദായത്തിലേക്കും ഈ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു താക്കീതാണ്. ഹുനൈനിലേക്ക് നടന്നു പോകുമ്പോൾ ആ യാത്രാമധ്യയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഷിർക്കിനെ എത്രത്തോളം ഭയപ്പെടണമെന്നും, മുസ്ലിം ആയി ജീവിക്കുമ്പോഴും നമ്മൾ തൗഹീദിലാണ് എന്ന് പറയുമ്പോഴും ഓരോ നിമിഷവും നമ്മുടെ ആദർശത്തിന് എത്രമാത്രം വില നൽകണമെന്നുമൊക്കെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ നിസ്കാരങ്ങളിലും എല്ലാ ദിവസവും അള്ളാഹുവിനോട് ഹിദായത്തിന് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുന്നത്. ശരിയായ മാർഗം, ആ മാർഗദർശനം നൽകണമേ എന്ന്, ചൊവ്വായ പാതയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് മുശ്രിക്കീങ്ങളോ കാഫിരീങ്ങളോ അല്ലല്ലോ. മുസ്ലിമായ ഹിദായത്ത് ലഭിച്ച
ഷഹാദത്ത് കലിമ ചൊല്ലിയ നമ്മളാണ് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവെ എല്ലാ ദിവസവും ആവർത്തിക്കുന്നു, ഹിദായത്ത് വീണ്ടും സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ, വീണ്ടും സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കണേ എന്ന്. ആ പ്രാർത്ഥനയുടെ പിന്നിലുള്ള യുക്തികളിൽ ഒന്നാണ്, അവിടെയുള്ള ഉദ്ദേശം സിറാത്തുൽ മുസ്തഖീമായ ഇസ്ലാമിലേക്ക് നയിക്കണം എന്നല്ല, ഉള്ള ഇസ്ലാമിൽ ഉറപ്പിച്ച് നിർത്തണേ എന്നാണ്. അതിൽ നിന്ന് ഒരു തരത്തിലും സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നതിൽ സൂചിപ്പിച്ചതുപോലെ അതിൽ നിന്ന് തെറ്റിപ്പോയ ഏതെങ്കിലും ഒരു തെറ്റിപ്പോയ ആളുകൾ ഒരു തരത്തിലും ആ റൂട്ട് മാറി സഞ്ചരിക്കാനുള്ള ഇടവരുത്തരുതേ എന്ന് മരണം വരെ അതിൽ തന്നെ ഉറപ്പിച്ച് നിർത്തണമേ എന്നതാണ് ആ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ പിന്നിലുള്ള ലക്ഷ്യം. മുസ്ലിങ്ങളായ നമ്മളാണ് എല്ലാ ദിവസവും ചുരുങ്ങിയത് നിർബന്ധമായും 17 തവണ അത് പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രാർത്ഥനയുടെയും ആ ആദർശത്തിന് വില കൽപ്പിക്കുന്ന ആ ഒരു ആദർശത്തിൻ്റെ പ്രാധാന്യത്തെയും ഗൗരവത്തെയും ഒക്കെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ ഈ യാത്രയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവം അത് കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൻ്റെ അടുത്തെത്തി സഹ്ൽ ഇബ്നുൽ ഹൻദലിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൈകുന്നേര സമയത്താണ് ഹുനൈനിൻ്റെ അടുത്തെത്തുന്നത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു റസൂൽ നേരത്തെ നിയോഗിച്ച ഒരു സ്വഹാബി, കുതിരപ്പടയാളിയായ സ്വഹാബി, അദ്ദേഹം വിവരങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടി പ്രവാചകൻ നിയോഗിച്ചതാണ്. അദ്ദേഹം തിരിച്ചു വന്നു റസൂലിനോട് കറക്റ്റ് എവിടെയാണ് ശത്രുക്കൾ തമ്പടിച്ചിരിക്കുന്നത് എന്നും എങ്ങനെയൊക്കെയാണ് അവരുടെ സ്ഥലങ്ങൾ എന്ന് അവരുടെ വിവരങ്ങൾ എന്താണെന്ന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തു. അവരിങ്ങനെ സ്ത്രീകളെയും ഭാര്യമാരെയും കുട്ടികളെയും അതുപോലെ തന്നെ ആടുമാടുകളെയും അവരുടെ സമ്പത്തും ഒക്കെ കൊണ്ടാണ് വന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞത്, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ ഇൻഷാ അല്ലാഹ്, അത് നാളെ മുസ്ലിങ്ങളുടെ കയ്യിൽ ഗനീമത്തായി എത്താറുള്ളതാണ്. അവർ കൊണ്ടുവന്ന അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാം കൊണ്ടുവന്ന അവരുടെ കുടുംബവും സമ്പത്തുമൊക്കെ നാളെ മുസ്ലിങ്ങൾ കീഴടക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ യഹ്റുസുന അല്ലൈല, ഇന്ന് രാത്രി ആരാണ് കാവൽ നിൽക്കുന്നതെന്ന് പ്രവാചകൻ ചോദിച്ചു. അനസ് ബിൻ മർത്തദ് അൽ ഗനവി റളിയല്ലാഹു അൻഹു ഞാനത് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് കുതിരപ്പുറത്ത് കയറി ആ രാത്രി ഉറങ്ങാതെ മുസ്ലിം സൈന്യത്തിന് കാവൽ നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കുകയും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നീട് പിറ്റേന്നാണ് ഹുനൈനിൻ്റെ യുദ്ധത്തിൻ്റെ പ്രധാന ഘട്ടങ്ങൾ ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിൽ ഹുനൈൻ എന്ന സ്ഥലത്തേക്ക് ഇറങ്ങണമെങ്കിൽ, ഔത്താസ് എന്ന് പറയുന്ന ആ താഴ്വരയിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം സമൂഹം ഒരു ഉയർന്ന സ്ഥലം, ഒരു കുന്ന് കഴിഞ്ഞ് പിന്നെ താഴേക്ക് ഇറങ്ങി വേണം ഔത്താസ് എന്ന് പറയുന്ന ആ താഴ്വരയിലേക്ക് എത്തിപ്പെടാൻ. മാലിക് ഇബ്നു ഔഫ് എന്ന മനുഷ്യൻ, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവിധ സജ്ജീകരണങ്ങളുമായി വന്ന മനുഷ്യൻ, അയാൾ കൃത്യമായ പ്ലാനോട് കൂടി തന്നെയായിരുന്നു മുസ്ലിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി പദ്ധതിയിട്ടത്. ഈ ഔത്താസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹുനൈൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിലെ താഴ്വരയിലെ ഓരോ ഇടുങ്ങിയ മലയിടുക്കുകളിലും പ്രദേശങ്ങളിലും ഒളിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അയാൾ ആളുകളെ നിർത്തി, അമ്പെയ്ത്തുകാരെ നിർത്തി. മുസ്ലിങ്ങൾ പെട്ടെന്ന് ഹുനൈനിലേക്ക് വരികയാണെങ്കിൽ അവരെ കാണില്ല. മുസ്ലിങ്ങൾ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ വളരെ പെട്ടെന്ന് ആക്രമണം നടത്താൻ കഴിയുന്ന വളരെ തന്ത്രപരമായ സ്ഥലങ്ങളിൽ അമ്പെയ്ത്തുകാരെയും അതുപോലെ തന്നെ പടയാളികളെയും ഒക്കെ നിർത്തിയാണ് മാലിക് ഇബ്നു ഔഫ് ഹുനൈൻ യുദ്ധത്തിനു വേണ്ടി സജ്ജീകരണങ്ങൾ ഒരുക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സൈന്യത്തെ സാധാരണ എല്ലാ യുദ്ധങ്ങളിലും ചെയ്യാറുള്ളതുപോലെ അണിയണിയായി നിശ്ചയിച്ചു. ഓരോരുത്തർക്കും പതാകകൾ നൽകി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വെള്ള കോവർ കഴുതപ്പുറത്തായിരുന്നു അന്ന് സഞ്ചരിച്ചിരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് 2 പടച്ചട്ട അണിഞ്ഞിരുന്നു, പടത്തൊപ്പിയുണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അങ്ങനെ എല്ലാവരെയും അണിയണിയായി നിർത്തിയതിനു ശേഷം അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. ബനു സുലൈം ഗോത്രത്തിനുമേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സൈന്യത്തിന് മുൻഭാഗത്തുള്ള മുന്നണിയിലുള്ള കുതിരപ്പടയാളികളുടെ ബനു സുലൈം ഗോത്രത്തിലെ കുതിരപ്പടയാളികളായ ഒരു സംഘം കുതിരപ്പടയാളികൾ, സൈന്യത്തിന് മുമ്പിൽ സഞ്ചരിക്കുന്ന അവരുടെ നേതൃത്വം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഇങ്ങനെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിരപ്പടയാളികൾ അടങ്ങുന്ന ആ സംഘം ഏറ്റവും മുന്നിലായിക്കൊണ്ടാണ് ഹുനൈനിലേക്ക് മുസ്ലിങ്ങൾ പ്രവേശിക്കുന്നത്. ഹുനൈനിലെ ആ താഴ്വര ഇറക്കം, ഔത്താസ് വാദിയിലേക്ക് മുസ്ലിങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഏകദേശം ഒരു ഇരുട്ടുമാറി വരുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ്
വളരെ തുടക്കത്തിൽ തന്നെയാണ്, പുലർച്ചെ തന്നെയാണ് മുസ്ലിങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒളിച്ചിരിക്കുന്ന ശത്രുക്കളിൽ പലരും, ശത്രുക്കൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നോ അവരവിടെ ഉണ്ട് എന്നോ മുസ്ലിം സൈന്യത്തിന് അറിയുമായിരുന്നില്ല. അവരീ പറഞ്ഞ താഴ്വരയിലേക്ക് എത്താൻ വേണ്ടിയുള്ള അവർ ഇറങ്ങുമ്പോൾ തന്നെ പല സ്ഥലത്തും ഒളിച്ചിരുന്ന ശത്രുക്കൾ അമ്പെയ്യാൻ തുടങ്ങി, കല്ലുകൾ ഉപയോഗിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മേൽ അദ്ദേഹത്തിന് മുറിവ് പറ്റി. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് താഴെ വീണു. ബനു സുലൈം എന്ന് പറയുന്ന ആ കുതിര, ഏറ്റവും മുന്നണിയിലുണ്ടായിരുന്ന ആ കുതിര പടയാളി സംഘം അവർ ചിതറിത്തെറിച്ച് എങ്ങോട്ടുമില്ലാതെ ഓടാൻ തുടങ്ങി, പിന്തിരിയാൻ തുടങ്ങി. അതുപോലെ തന്നെ മക്കയിൽ നിന്ന് വന്ന പുതിയ മുസ്ലിങ്ങളായ ആളുകൾ, ഫത്ഹു മക്കയിൽ ഈ അടുത്ത് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ, അവരും എങ്ങോട്ടൊന്നില്ലാതെ പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്ന് സ്വഹാബിമാരിൽ പ്രധാനപ്പെട്ട സൈന്യമൊക്കെയും പ്രവാചകൻ്റെ അടുത്ത് നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥയുണ്ടായി. റസൂലിൻ്റെ കൂടെ അന്ന് വളരെ ചുരുക്കം ആളുകളാണ് ഉണ്ടായിരുന്നത്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അന്നുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്. അബൂ സുഫിയാൻ നമ്മൾ മറ്റേ അബൂ സുഫിയാൻ അല്ല. ഫത്ഹു മക്കക്ക് വരുന്നതിന് മുൻപ്, ഈ പറഞ്ഞ അബൂ സുഫിയാൻ മുസ്ലിം ആകുന്നതിന് മുൻപ്, ഒരല്പം മുമ്പ് മറ്റൊരു അബൂ സുഫിയാൻ, പ്രവാചകൻ്റെ ബന്ധുവായ, അഥവാ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ഹാരിസിൻ്റെ മകൻ അബൂ സുഫിയാൻ, ബന്ധുവായിരുന്ന അബൂ സുഫിയാൻ മുസ്ലിമായ വിവരം, ഇസ്ലാം സ്വീകരിച്ച വിവരം നമ്മളവിടെ പ്രത്യേകം ഒരു സംഭവമായി തന്നെ എടുത്തു പറഞ്ഞു. ആ അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കോവർ കഴുതയുടെ കാൽ തൂക്കിയിടുന്ന ആ ഭാഗം അവിടെ പിടിച്ചുകൊണ്ട് എങ്ങോട്ടും വിടാതെ അയാൾ കൂടെയുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബൂബക്കർ, ഉമർ, അലി, അബ്ബാസ് അള്ളാൻ്റെ മകൻ ഫദിൽ, റബീഅത്ത് ബിനുൽ ഹാരിസ്, ഉസാമത്ത് ബിനു സെയ്ദ് എന്നിങ്ങനെയുള്ള വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് റസൂലിൻ്റെ അടുത്ത് അന്ന് ശേഷിച്ചത്. ബാക്കിയുള്ളവരെല്ലാം, ആ സൈന്യത്തിലെ ആളുകളൊക്കെ കൂട്ടം തെറ്റുകയും അതുപോലെ തന്നെ പലരും പിന്തിരിഞ്ഞോടുകയും എങ്ങോട്ടാണ് ദിശയെന്നറിയാതെ ആകെ ഒരു അങ്കലാപ്പ് ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊടിപടലങ്ങൾക്കിടയിൽ കൂടി അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് തൻ്റെ കുതിരയുടെ ഈ ഭാഗം, റിക്കാബ്, കാല് വെക്കുന്ന സ്ഥലം പിടിച്ചു നിൽക്കുന്നത് റസൂലുള്ളാഹി നമ്മൾ കാണുന്നുണ്ട്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് വിളിച്ചു പറഞ്ഞത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ചിട്ടുണ്ട്. അനൻ നബിയ്യു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. റസൂലിൻ്റെ സ്ഥാനം എവിടെയെന്ന് സ്വഹാബിമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഞാൻ അനൻ നബിയ്യു ലാ കദിബ്, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അതൊരു വ്യാജമല്ല, യഥാർത്ഥ പ്രവാചകനാണ് ഞാൻ. അനബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ്, അഥവാ അതൊരു ശൈലിയാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ പേരക്കുട്ടിയാണ് എന്നൊരർത്ഥത്തിൽ യഥാർത്ഥ പ്രവാചകനാണ്, മുഹമ്മദാണ് എന്നറിയിക്കാൻ വേണ്ടിയുള്ള ആ ഒരു വാചകം. അതൊരു കവിതയൊന്നുമല്ല, പക്ഷെ ഒരു കവിതയുടെ രൂപത്തിലുള്ളൊരു പ്രാസം ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു വരിയാണ്. അനൻ നബിയ്യു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ് എന്നുള്ള വാചകങ്ങൾ. അതുപോലെ തന്നെ വളരെ കുറച്ച് മുമ്പ് മുസ്ലിമായ അബൂ സുഫിയാൻ, ഇസ്ലാമിൻ്റെ ബദ്ധശത്രുവായിരുന്ന നേരത്തെ നേതാവായിരുന്ന അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, അദ്ദേഹം അന്ന് മുസ്ലിമാണ്. പക്ഷെ അന്ന് അദ്ദേഹം ഈ പിന്തിരിഞ്ഞോടിയ കൂട്ടത്തിൽ, മാറി നിന്ന കുറച്ചാളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹവുമുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അന്നും മുശ്രിക്കായി തുടരുന്ന സഫ്വാൻ ഇബ്നു ഉമയ്യയുണ്ട്. ഹക്കീം ഇബ്നു ഹിസാം, ചരിത്രത്തിൽ കഅബയുടെ ഉള്ളിൽ ജനിച്ച ഒരേ ഒരു മനുഷ്യനായ ഹക്കീം ഇബ്നു ഹിസാം, അദ്ദേഹം അവരുടെ കൂട്ടത്തിലുണ്ട്. പുതിയ മുസ്ലിങ്ങളായ പലരും ആ കൂട്ടത്തിലുണ്ട്. ഇവർ കുറച്ചാളുകൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് മാറി, ഹുനൈനിൽ നിന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ കുറച്ച് മാറി നിൽക്കുകയായിരുന്നു. അവരിൽ പലരും മുശ്രിക്കായ സഫ്വാൻ ഇബ്നു ഉമയ്യ പോലെയുള്ള ആളുകളൊക്കെ അന്ന് എന്തിനാണ് കാത്തിരുന്നതെന്ന് ചോദിച്ചാൽ, ഹുനൈനൊന്ന് നോക്കട്ടെ, ഇപ്പോഴും മുശ്രിക്കാണ്, ഇനി ഹുനൈനും കൂടെ കഴിഞ്ഞ് വിജയം മുസ്ലിങ്ങൾക്കാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം, ഇനി അഥവാ അല്ല പരാജയമാണെങ്കിൽ പഴയ നിലപാടിൽ തന്നെ തുടരാം എന്ന് വിചാരിച്ച് നിൽക്കുന്ന പല ആളുകളും ഉണ്ടായിരുന്നു. അവസാനം ഈ പ്രശ്നങ്ങൾക്കിടയിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോവർ കഴുതയുടെ ആ കടിഞ്ഞാൺ, മൂക്കുകയറും പിടിച്ച് അതിനെ നിലക്കി നിർത്തി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുസ്ലിങ്ങൾക്ക് വിജയത്തിന് വേണ്ടി ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും പോരാട്ടത്തിൽ ഏർപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മുന്നിട്ടിറങ്ങി നമുക്ക് കാണാൻ കഴിയും. അത് കാണുമ്പോഴാണ്, അതുപോലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി എല്ലാവരും തിരിച്ചു വരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണ്ട് എന്ന്, ഇവിടെ പരാജയമൊന്നും നേരിട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉച്ചത്തിൽ
സ്വഹാബിമാരെ വിളിക്കാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ ആ ഒരു പ്രഖ്യാപനം കേട്ടിട്ടാണ് പിന്നീട് മുസ്ലിം സൈന്യം വീണ്ടും ഒന്നിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാദി അസ്ഹാബസ് സമുറ, മരത്തിൻ്റെ ആളുകളെ. അസ്ഹാബുസ് സമുറ, സമുറ എന്ന് പറഞ്ഞാൽ മരം, മുള്ളുള്ള മരത്തിന് സമുറ എന്ന് പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് പണ്ട് ഹുദൈബിയ സന്ധിയിൽ വെച്ച് ഒരു മരത്തിന് കീഴിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത, ബൈഅത്തുൽ റിദ്വാൻ എന്നറിയപ്പെട്ട ആ ബൈഅത്ത് ചെയ്ത ആളുകളാണ്. മരത്തിന് കീഴിൽ വെച്ച് ബൈഅത്ത് ചെയ്ത ആളുകൾ. അവരന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നൊരു കിംവദന്തി പ്രചരിച്ചപ്പോൾ അവരന്ന് ബൈഅത്ത് ചെയ്തു. ഇനി അതിന് പകരം ചോദിക്കുന്നത് വരെ, അതിലൊരു തീരുമാനമുണ്ടാകുന്നവരെ, ഇനി മരണം വന്നാലും ശരി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ പൂർണ്ണമായി കൽപ്പനകൾ അനുസരിച്ച് യുദ്ധത്തിലേർപ്പെടും, പോരാടും എന്ന് പറഞ്ഞ 1500 ആളുകൾ, 1500ഓളം വരുന്ന ആളുകൾ, അവരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിളിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. നാദി അസ്ഹാബസ് സമുറ. അന്ന് ഈ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത ആളുകൾക്ക് മറ്റുള്ള സ്വഹാബിമാരെക്കാൾ പദവിയുണ്ട്, സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാരെ പോലെ, ഉഹദിൽ പങ്കെടുത്ത സ്വഹാബിമാരെ പോലെ, ഹുദൈബിയ സന്ധിയിൽ പങ്കെടുത്ത ഈ ബൈഅത്തുൽ റിദ്വാനിൽ ആ മരത്തിന് കീഴിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൈപിടിച്ച് ബൈഅത്ത് പുതുക്കിയ സ്വഹാബിമാർക്കും ഇസ്ലാമിൽ മറ്റ് സ്വഹാബിമാരെക്കാൾ ഒരല്പം സ്ഥാനമുണ്ട്. കാരണം അത്ര വലിയൊരു ത്യാഗമാണ്, അത്ര വലിയൊരു സമർപ്പണ ബോധമാണ് അന്നവർ പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി ആദ്യം വിളിക്കുന്നത് അവരെ വിളിക്കാനാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു അസ്ഹാബു സമുറകളെ വേണ്ടി ഉച്ചത്തിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻസാരികളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെ ഓരോ ആഹ്വാനം കേൾക്കുമ്പോഴും മൊത്തം ഒരുമിച്ച് കൂടുന്ന മുസ്ലിങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കോവർ കഴുതിയെ കാലുകൊണ്ട് തട്ടി മുന്നോട്ട് മുശ്രിക്കീങ്ങളുടെ ഭാഗത്തേക്ക്, ശത്രുക്കളുടെ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നതാണ് മുസ്ലിങ്ങൾ കണ്ടത്. അതെപ്പോഴും എല്ലാ യുദ്ധങ്ങളിലും അതങ്ങനെ തന്നെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബിമാർ പറയുന്നത് കാണാൻ കഴിയും. എല്ലാ യുദ്ധങ്ങളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആണ് നമ്മളെപ്പോഴും മുന്നിൽ കാണുക. ഇത്തഖീനാ ബിഹി, പ്രവാചകനെ മുന്നിൽ നിർത്തി നമ്മളാണ് എപ്പോഴും പുറകിലുണ്ടാവുക. റസൂലായിരിക്കും ശത്രുവിനോട് ഏറ്റവും അടുത്തുണ്ടാവുക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്തിരുന്ന് അല്ലെങ്കിൽ ഒരു സുഖലോലുപതയുടെ പട്ടുമെത്തയിലിരുന്ന് കൂടാരങ്ങളിലിരുന്ന് കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും യുദ്ധങ്ങളിൽ ഒന്നും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നില്ല എന്ന് സ്വഹാബിമാരുടെ വാചകങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബിമാരൊക്കെയും നിർബന്ധിച്ചാലും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർ തന്നെ വിശദീകരിക്കുന്നത് പോലെ ശത്രുവിനോട് ഏറ്റവും അടുത്ത നിലയിലാണ് റസൂലിനെ കാണുക. അൻസാരികളെ വിളിച്ചു, അൻസാരികൾ വന്നു. അൻസാരികളിൽപ്പെട്ട തന്നെ പല ഗോത്രങ്ങളെയും, ബനുൽ ഹാരിസ് ഇബ്നുൽ ഖസ്റജ് ഗോത്രം, അവരെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വിളിച്ചു. അങ്ങനെ ഓരോരുത്തരെയായി വിളിച്ചു. ആ ഗോത്രങ്ങളൊക്കെയും മുസ്ലിങ്ങൾ മൊത്തം വീണ്ടും ഒരൊറ്റ സൈന്യം പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു കൊടുത്ത ആ അണി പോലെ വീണ്ടും ഒരുമിച്ച് കൂടി. അങ്ങനെ യുദ്ധം തുടങ്ങി. ആ യുദ്ധം തുടങ്ങിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ആന ഹമിയൽ വതീസ്, യുദ്ധം ഇപ്പോഴാണ് യുദ്ധം ഒന്ന് ചൂട് പിടിച്ചത്. ഇപ്പോഴാണ് യുദ്ധം ഒന്ന് ചൂട് പിടിച്ചത്. ഇൻ ഹസമു വറബ്ബി മുഹമ്മദ്, മുഹമ്മദിൻ്റെ റബ്ബാണ് സത്യം. ഈ പറഞ്ഞ ഹുനൈനിൽ വന്ന ഈ 20,000-ഓളം വരുന്ന ശത്രു സൈന്യം അവർ പരാജയപ്പെട്ട് കഴിഞ്ഞു, അവർ തോൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതോടുകൂടി ഈ പറഞ്ഞ മുസ്ലിങ്ങൾ തിരിച്ചു വന്നു. വീണ്ടും യുദ്ധം ആരംഭിച്ചതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതി മാറി. തുടക്കത്തിൽ മുസ്ലിങ്ങൾക്കുള്ള ഒരു പാഠം, ഒരു പരീക്ഷണം എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അനുഭവിപ്പിച്ച ഒരു ചെറിയൊരു പരാജയത്തിൻ്റെ ഒരു രുചി. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുസ്ലിങ്ങൾ തിരിച്ചു വന്നു. നമ്മുടെ ആൾബലവും അതുപോലെ തന്നെ നമ്മുടെ ശക്തിയും ഒന്നുമല്ല വിജയത്തിൻ്റെ കാരണമെന്ന് തിരിച്ചറിഞ്ഞു. വീണ്ടും യുദ്ധം തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവർ പിന്നീട് പരാജയം രുചിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഞാനിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പരാജയപ്പെട്ടു, മുഹമ്മദിൻ്റെ റബ്ബാണ് അവർ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം യുദ്ധത്തിൻ്റെ ഗതി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും മുശ്രിക്കീങ്ങൾ പരാജയപ്പെടുന്ന, പിന്തിരിയുന്ന ഓരോരോ ഘട്ടങ്ങളിലായി അവർ പരാജയം നേരിടുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേർക്ക് ഒരു പിടി കല്ലുകൾ വാരിയെറിഞ്ഞു. അത് അവരുടെ ഭാഗത്തേക്ക് അവരെ എല്ലാവരെയും ബാധിച്ചു എന്നതുപോലെ തന്നെ എല്ലാവർക്കും അതിൻ്റെ
സ്വാധീനമുണ്ടായതുപോലെ തന്നെ പിന്നീട് അവർ പിന്തിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത് എന്ന് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. അങ്ങനെ തങ്ങളുടെ സമ്പത്തും കുടുംബക്കാരും സ്ത്രീകളും കുട്ടികളും ആടുമാടുകളും ഒക്കെയായി വന്ന ഹവാസിൻ ഗോത്രം, ഖത്ഫാൻ ഗോത്രം, തായിഫിലെ സഖീഫ് ഗോത്രം, ഇവർ നാലുപാടും ചിതറി ഓടാൻ തുടങ്ങി. ഈ മക്കം ഫത്ഹ് എന്ന് പറയുമ്പോൾ മക്ക ഫത്ഹായതിനു ശേഷം ഈ ഹുനൈൻ യുദ്ധം, അതുപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിന് ശേഷമുണ്ടായ ചില സൈനിക നീക്കങ്ങൾ, യുദ്ധങ്ങൾ, ഇതൊക്കെയും മക്ക ഫത്ഹിൻ്റെ ഒരു പിന്തുടർച്ചയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മക്ക ഫത്ഹായി അതിനുശേഷം അതിനോടനുബന്ധിച്ചുണ്ടായ തുടർ പ്രവർത്തനങ്ങളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊക്കെ കഴിഞ്ഞാണ് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് മദീനയിലേക്ക് പോകുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന കാണാൻ കഴിയും, ഹുനൈൻ യുദ്ധത്തിൻ്റെ ദിവസം ആദ്യം ഹവാസിനും ഖത്ഫാനും എല്ലാവരും ഇങ്ങോട്ട് വന്നു എങ്കിൽ പിന്നീട് ആ യുദ്ധം അവസാനിക്കുമ്പോഴേക്ക് അവർ പിന്തിരിഞ്ഞോടുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ മലക്കുകളെ അയച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ സഹായിച്ചു. മലക്കുകൾ ഒരിക്കലും ഹുനൈൻ യുദ്ധത്തിൽ യുദ്ധം ചെയ്തിട്ടില്ല. ബദറിൽ ഒഴിച്ച് മറ്റൊരു യുദ്ധത്തിലും മലക്കുകൾ യുദ്ധം ചെയ്തിട്ടില്ല. എന്നാൽ പല യുദ്ധങ്ങളിലും ഹുനൈൻ യുദ്ധം അടക്കമുള്ള യുദ്ധങ്ങൾ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. മുശ്രിക്കീങ്ങളെ ഭയപ്പെടുത്താനും അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് സ്ഥൈര്യം നൽകുവാനുമായി മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട്. ബദറിൽ മാത്രമാണ് മലക്കുകൾ മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ആയത്തിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ കഴിയും, വഅൻസല ജുനൂദൻ ലം തറൗഹ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഒരു സൈന്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയും ചെയ്തു എന്ന് ഹുനൈനെ സംബന്ധിച്ച് പറയുമ്പോൾ സൂറത്ത് തൗബയുടെ 25, 26, 27 വചനങ്ങളിലൂടെ പറയുന്നത് കാണാൻ കഴിയും. അതുമാത്രമല്ല, ഈ യുദ്ധത്തിലൊരു പ്രത്യേകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ, ഹുനൈനിലെ ശത്രുപക്ഷത്തുള്ള ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാളുടേതായ എന്തൊക്കെ വസ്തുവകകളുണ്ടോ അതൊക്കെ ഈ കൊന്ന മനുഷ്യന് എടുക്കാം എന്ന് സ്വഹാബിമാരോട് കൽപ്പിച്ചിട്ടുണ്ട്. മൻ ഖത്തല കാഫിറൻ ഫലഹു സൽബു, ഒരു കാഫിറിനെ ശത്രുപക്ഷത്തുള്ള ഒരു മനുഷ്യന് ആരാണോ വധിക്കുന്നത് അയാൾക്ക് അയാളുടെ വസ്തുവകകൾ എടുക്കാം, അയാൾക്കാണത് അവകാശപ്പെട്ടത് എന്ന് മറ്റ് യുദ്ധങ്ങളിൽ നിന്ന് വിഭിന്നമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ പല സ്വഹാബിമാർക്കും അന്ന് അവരുടേതായ ഈ യുദ്ധത്തിൽ അവർ കൊന്ന ആളുകളുടേതായ വസ്തുവകൾ ഗനീമത്തായി ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അബൂ തുൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മാത്രം അന്ന് 20 ശത്രുക്കളെ വകവരുത്തുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അബൂ തുൽഹറിൻ്റെ ഭാര്യ, അനസ് റളിയല്ലാഹുവിൻ്റെ ഉമ്മ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ, അന്ന് ഈ യുദ്ധം ഇങ്ങനെ ആകെ അങ്കലാപ്പിലായി, ബഹളം ആയി. അപ്പോൾ ശത്രുക്കൾ വന്നാൽ അവർ തന്നെ ആക്രമിക്കരുത് എന്നത് കാരണം അവരൊരു കത്തി കൈവശം വെച്ചുകൊണ്ട് ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ തിരിച്ചാക്രമിക്കുക തന്നെ എന്ന ഉദ്ദേശത്തിൽ ഒരു കത്തി കൈവശം വെച്ചുകൊണ്ട് അവർ നടന്നിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പല സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു മനുഷ്യനെ, ശത്രുപക്ഷത്തൊരു മനുഷ്യനെ വധിക്കുകയും അയാളുടെ വസ്തുവകകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഹു സലബുഹു അജ്മ, അത് മുഴുവൻ സലമത്ത് ബിനുൽ അക്വയിനുള്ളതാണ്, അയാൾക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് അവർക്ക് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തത് ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉൾപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഹുനൈൻ യുദ്ധം അതുകൊണ്ടും അവസാനിച്ചില്ല. ശത്രുക്കൾ നാലുപാടും ചിതറി ഓടിയിട്ടും ഹുനൈൻ യുദ്ധം മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നു ചെന്നു. പിന്നെയും ആക്രമണങ്ങളുണ്ടായി. ഒരുപാട് ആളുകൾ ഹുനൈൻ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് മരിക്കുകയുണ്ടായി. അവർ എല്ലാം ഉപേക്ഷിച്ച് അവർ ഓടി രക്ഷപ്പെടുകയുണ്ടായി. പക്ഷേ ഹുനൈൻ അവിടം കൊണ്ടും അവസാനിച്ചില്ല. മക്കം ഫത്ത് കഴിഞ്ഞ് ഹുനൈനിലെത്തി ഹുനൈൻ വീണ്ടും അവസാനിച്ചില്ല. ഇതിലെ മാലിക് ബിൻ ഔഫ് എന്ന് പറയുന്നവരുടെ നേതാവടക്കം പല സ്ഥലങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഈ പറഞ്ഞ ഹുനൈൻ യുദ്ധത്തിലെ 20,000 ആളുകൾ ചിതറിത്തെറിച്ചു. അവിടെ ആ ഒരു താൽക്കാലികമായി ഹുനൈൻ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് യുദ്ധം തീർന്നു. ശത്രുക്കൾ മുഴുവൻ പിന്തിരിഞ്ഞോടി അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. എല്ലാം ഉപേക്ഷിച്ച് അവരുടെ കുടുംബവും അതുപോലെ തന്നെ സ്വത്തുക്കളും എല്ലാം മുസ്ലിങ്ങൾക്ക് മുൻപിൽ ഉപേക്ഷിച്ച് ശത്രുപക്ഷത്തുള്ള ആളുകളൊക്കെയും ഓടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിൽ പിന്തിരിഞ്ഞോടിയ പുതിയ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മക്കയിൽ വന്ന ആളുകൾ, ഇവർക്കെതിരെയൊന്നും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. പല സ്വഹാബിമാരും, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെപ്പോലുള്ള സ്വഹാബി വനിതകൾ ഈ പിന്തിരിഞ്ഞോടിയ ആളുകൾക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം, അവർക്ക് വധശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ല, ഇന്നല്ലാഹ ഖദ് കഫാ വ അഹ്സൻ,
അള്ളാഹു അതുകൊണ്ട് മതിയാക്കിയിരിക്കുകയാണ്, അവർക്കെതിരിൽ നടപടിയുടെ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുകയാണ് ഉണ്ടായത്. അവർക്ക് സ്വാഭാവികമായിട്ടും പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ അത്രമാത്രം രൂഢമൂലമായിട്ടില്ല. അവർ കാര്യങ്ങൾ പഠിച്ചു വരികയാണ്, ആദർശം ശരിയായിട്ടില്ല, ശരിയാക്കി ഇങ്ങനെ ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ച് വരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഈയൊരു വിജയം ഹുനൈൻ യുദ്ധം, ഈ ഒരു സംഭവത്തോടുകൂടി ഹുനൈനിലെ പൂർണ്ണമായി മുസ്ലിങ്ങൾ വിജയിച്ചു. ഒരു വലിയ ഗനീമത്ത് സ്വത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പൂർണ്ണമായി മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. ഈ ഹുനൈൻ യുദ്ധത്തിലെ വിജയം കാരണം അന്നുവരെ ഒരു സംശയത്തിലായിരുന്ന പല മുശ്രിക്കീങ്ങളും മുസ്ലിങ്ങളായി എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. പക്ഷേ ഈ ഹുനൈനിൽ വെച്ച് ഇങ്ങനെ നാലുപാടും ചിതറിപ്പോയ ആളുകൾ, അവർ പലരും പല സ്ഥലത്തേക്കാണ് രക്ഷപ്പെട്ടു പോയത്. ചില ആളുകൾ സഖീഫ് ഗോത്രക്കാരുടെ പോലെ ത്വായിഫിൽ പോയി. ത്വായിഫിൽ വലിയ കോട്ടകളുണ്ട്. ത്വായിഫിൽ ചെന്ന് മാലിക് ഇബ്നു ഔഫ് എന്ന് പറയുന്ന ഈ സൈന്യത്തിൻ്റെ നേതാവൊക്കെ ത്വായിഫിൽ ചെന്നാണ് അഭയം പ്രാപിക്കുന്നത്. അതുപോലെ തന്നെ ഔത്താസ് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള തന്നെ സ്ഥലം, ആ താഴ്വരയുടെ അടുത്ത് തന്നെ ഔത്താസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് തന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി അഭയം പ്രാപിച്ച ശത്രുപക്ഷത്തുള്ള ആളുകളുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്തതായി ഹുനൈനിന് ശേഷം ഈ ഔത്താസിൽ ചെന്ന് അഭയം പ്രാപിച്ച ഈ പറഞ്ഞ അവിടുന്ന് പിന്തിരിഞ്ഞോടിയ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി, അവരെ എതിരിടാൻ വേണ്ടി അബൂ ആമിർ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ട് അയക്കുകയുണ്ടായി. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യനാണ് അബൂ ആമിർ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. നഖ്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കും ബനു ഉമൈറ ഗോത്രക്കാരുടെ സ്ഥലത്തേക്കും ശത്രുക്കൾ ഇങ്ങനെ അഭയം പ്രാപിച്ചിട്ടുണ്ട്. അങ്ങനെ ത്വായിഫിൽ, നഖ്ലയിൽ, ഔത്താസിൽ, അങ്ങനെ പല സ്ഥലത്ത് ശത്രുക്കൾ ചിതറി ഓടി അവിടെയൊക്കെ ചെന്ന് അഭയം പ്രാപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഔത്താസ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് അബൂ ആമിർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാവായി ഒരു സൈന്യത്തെ അദ്ദേഹത്തിന് പിന്നിൽ അയച്ചുകൊണ്ട് നിയോഗിച്ചു. ആ സൈന്യത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവും ഒക്കെയുണ്ട്. അബൂ ആമിർ റളിയല്ലാഹു അൻഹുവിനെ സേനാനായകനായി നിയോഗിച്ച ഈ സൈന്യത്തെക്കുറിച്ച് അങ്ങനെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഈ യുദ്ധം എന്തിനാണ് എന്ന് ചോദിച്ച തലമുതിർന്ന ദുറൈദ് ഇബ്നു സിമ്മ അടക്കമുള്ള ആളുകൾ ഈ ഔത്താസിലാണ് അവർ പിന്തിരിഞ്ഞോടി അവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നത്. അബൂ ആമിർ റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്തു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ ആ സൈന്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ ദുറൈദ് ഇബ്നു സിമ്മയെ വധിക്കുന്നത്. അബൂ ആമിർ റളിയല്ലാഹു അൻഹുവിനെ ഒരു ബനു ജുഷം ഗോത്രക്കാരനായ ഒരു മനുഷ്യൻ കാലിൽ അമ്പെയ്യുകയും ഇത് കണ്ടുവന്ന അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ആരാണ് താങ്കളെ അമ്പെയ്തത് എന്ന് തൻ്റെ പിതൃവ്യൻ കൂടിയായ അദ്ദേഹത്തോട് ചോദിക്കുകയും അങ്ങനെ ആളെ കാണിച്ചു കൊടുത്തപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പിന്തുടർന്ന് ചെല്ലുകയും ചെയ്തു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിച്ചു. അയാളെ അബൂ മൂസ റളിയല്ലാഹു അൻഹു പിന്തുടർന്നു. അങ്ങനെ അയാളിങ്ങനെ രക്ഷപ്പെട്ടോടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ചോദിച്ചു, വലിയ ധൈര്യത്തോടുകൂടി വന്ന് എൻ്റെ പിതൃവ്യൻ മുസ്ലിം സൈന്യത്തിലെ സേനാനായകനായ അബൂ ആമിർ അൽ അശ്അരിയെ ഉന്നം വെച്ച് അമ്പെയ്തതിന് ശേഷം ഞാൻ പിറകെ വരുമ്പോൾ നീ പേടിച്ചു ഓടുകയാണോ, ലജ്ജിക്കുകയാണോ, എന്നിൽ നിന്ന് നീ പേടിച്ചോടുകയാണോ എന്ന് ചോദിച്ചു. നിനക്ക് ഒരു ധൈര്യത്തോടു കൂടി നേർക്ക് നേരെ നിന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ലേ എന്ന് ചോദിക്കുകയും അത് കേട്ടപ്പോൾ ആ മനുഷ്യൻ തിരിഞ്ഞു നിന്ന് എന്നാൽ പിന്നെ യുദ്ധം ചെയ്യാമെന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യുകയും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു ആ യുദ്ധത്തിൽ. പിന്നീട് അബൂ ആമിർ മുസ്ലിം സൈന്യത്തിലെ നേതാവാണ് അദ്ദേഹത്തിനെ അടുത്ത് ചെന്ന് ആ തറച്ച അമ്പ് വലിച്ചൂരിയെടുക്കുകയും ആ മുറിവ് കാരണം അതിൽ നിന്നുള്ള രക്തമൊഴുക്ക് നിലക്കാത്തത് കാരണം അബൂ ആമിർ റളിയല്ലാഹു അൻഹു മരണപ്പെടുകയുമാണ് ഉണ്ടായത്. മരിക്കുന്നതിന് മുൻപ്, അല്ലയോ എൻ്റെ സഹോദരപുത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എൻ്റെ സലാം പറയണം, എനിക്ക് വേണ്ടി പാപമോചനം തേടാൻ റസൂലിനോട് പറയണം എന്നീ രണ്ട് കാര്യങ്ങൾ വസിയത്ത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ശേഷം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയാണ് സൈന്യത്തിൻ്റെ നായകത്വം ഏൽപ്പിച്ചത്. വളരെ അടുത്താണ്. യുദ്ധം കഴിഞ്ഞ് തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ചെന്നു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുകയുണ്ടായി. പിതൃവ്യനായ അബൂ ആമിർ മരണപ്പെടുന്നതിന് മുൻപ് പറഞ്ഞ രണ്ട് വസിയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തോട് ചെന്ന് പറഞ്ഞു. അദ്ദേഹം ചെല്ലുമ്പോൾ റസൂൽ തൻ്റെ ആ കൂടാരത്തിൽ ഈത്തപ്പനയോല കൊണ്ടുണ്ടാക്കിയ ഒരു വിരിപ്പിൽ, ആ ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു എന്ന് കാണാൻ കഴിയും. റസൂലിൻ്റെ അടുത്തേക്ക് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ
റസൂലിൻ്റെ ശരീരത്തും അതുപോലെ തന്നെ വശങ്ങളിലുമൊക്കെ അതിൻ്റെ പാടുകൾ ഇങ്ങനെ അദ്ദേഹം കണ്ടു എന്ന് അദ്ദേഹം തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വിശദീകരിക്കുന്ന കാണാൻ കഴിയും. എൻ്റെ പിതൃവ്യനായ അബൂ ആമിറിന് വേണ്ടി അദ്ദേഹം താങ്കൾക്ക് സലാം പറഞ്ഞു. റസൂൽ സലാം മടക്കി. അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ വേണ്ടി വസിയ്യത്ത് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും ഉയർത്തി ആ കൈകളുടെ ആ കക്ഷത്തിൻ്റെ ഭാഗത്തെ വെളുപ്പ് ഞാൻ കണ്ടു എന്ന് അത്ര അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ വെച്ച് റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മഗ്ഫിർ ലി ഉബൈദ് അബി ആമിർ, അള്ളാഹുവേ ഉബൈദ് എന്ന അബൂ ആമിറിന് നീ പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കേട്ടപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹുവിന് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു തൻ്റെ പിതൃവ്യനാണെങ്കിലും റസൂൽ ഒരാളുടെ പേരെടുത്ത് പറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലെ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. അബൂ മൂസ അശ്അരി എന്ന അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി കൂടി അള്ളാഹുവിനോട് മഗ്ഫിറത്തിനായി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ആമിറിന് വേണ്ടി പിന്നെയും പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ജഅൽഹു യൗമൽ ഖിയാമത്തി ഫൗക കസീരിൻ മിൻ ഖൽഖിക മിനൻ നാസ്, നിൻ്റെ സൃഷ്ടികളിൽ ജനങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളേക്കാൾ ഉയർന്ന പദവി നൽകി ഖിയാമത്ത് നാളിൽ അബൂ ആമിറിനെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ റസൂൽ അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഇമാം ബുഖാരി ഈ പ്രാർത്ഥനകളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദുല്ലാഹി ഇബ്നു ഖൈസ്, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് എന്നാണ്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ റസൂലിൻ്റെ ജീവിതത്തിൽ ചരിത്രത്തിൽ അപൂർവമാണത്. റസൂൽ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദുല്ലാഹി ഇബ്നു ഖൈസിൻ ദംബഹു, അല്ലാഹുവേ അബ്ദുല്ലാഹി ഇബ്നു ഖൈസിൻ്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ. വഅദ്ഖിൽഹു യൗമൽ ഖിയാമത്തി മുദ്ഖലൻ കരീമൻ, നാളെ പരലോകത്ത് നല്ല ആദരവുള്ള കരീമായ ഒരു സ്ഥലത്ത് സ്വർഗത്തിലെ വലിയ പദവികളിൽ അദ്ദേഹത്തെ നീ പ്രവേശിപ്പിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് തന്നെ പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ ഹുനൈനിലും അതുപോലെ തന്നെ ഈ ഔത്താസ് എന്ന് പറയുന്ന ഹുനൈൻ എന്ന് പറയുന്ന വളരെ യുദ്ധം ഇതൊക്കെ ചേർന്നതാണ്. ഇതിൽ മുസ്ലിങ്ങളിൽ നിന്ന് 4 പേർ മാത്രമാണ് ഷഹീദായത്. ഐമൻ ഇബ്നു ഉബൈദ്, യസീദ് ഇബ്നു സംആ, സുറാഖത്ത് ഇബ്നുൽ ഹാരിസ്, അവസാനം നമ്മൾ പറഞ്ഞ അബൂ ആമിർ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. ഇവർ 4 പേരാണ് മുസ്ലിങ്ങളിൽ നിന്ന് ഷഹീദായത്. പക്ഷേ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റു. ഒന്നാമതായി പരിക്കേറ്റ ഖാലിദ് ഇബ്നുൽ വലീദ്, അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഇവർക്കൊക്കെ അന്ന് ഹുനൈൻ യുദ്ധത്തിൽ നല്ല സാരമായ പരിക്കുകൾ തന്നെ ഏറ്റിരുന്നു എന്ന് കാണാൻ കഴിയും. മുശ്രിക്കീങ്ങളിൽപ്പെട്ട നിരവധി ആളുകൾ മരിക്കുകയുണ്ടായി. ഹവാസിൻ സഖീഫ് ഗോത്രത്തിലെ ഒരുപാട് ആളുകൾ അന്ന് ബനു മാലിക് എന്ന് പറയുന്ന സഖീഫിലെ ഒരു ശാഖയിൽ നിന്ന് മാത്രം 70 ആളുകൾ അന്ന് കൊല്ലപ്പെട്ടു എന്ന് കാണാൻ കഴിയും. ഔത്താസിൽ വെച്ച് ഈ പറഞ്ഞ ഔത്താസിൽ വെച്ച് നടന്ന സംഘടനത്തിൽ 300 ആളുകൾ ഈ പറഞ്ഞ ബനു മാലിക് എന്ന് പറയുന്ന ഗോത്രത്തിൽ ഈ ദുറൈദ് ബിൻ സിമ്മ എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ആളടക്കം 300 ആളുകൾ അവരിൽ നിന്ന് വധിക്കപ്പെട്ടു എന്ന് കാണാം. അങ്ങനെ ഓരോ ഗോത്രത്തിൽ നിന്നായി ഓരോ യുദ്ധത്തിലും ഒരുപാട് ആളുകൾ അവർക്ക് ശത്രുപക്ഷത്ത് ആൾ നഷ്ടമുണ്ടായി. അവരിൽപ്പെട്ട ബന്ധികൾ, സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന തടവുകാരായി 6000-ഓളം ആളുകൾ അന്ന് മുസ്ലിങ്ങളുടെ കൈവശം ബന്ധനസ്ഥരായി വന്നു. 24,000-ഓളം ഒട്ടകങ്ങൾ മുസ്ലിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ മാത്രം ഗനീമത്ത് സ്വത്തായി കിട്ടി. 40,000-ഓളം വരുന്ന ആടുകളും അതുപോലെ തന്നെ 4,000 ഊക്കിയ വെള്ളിയും മുസ്ലിങ്ങൾക്ക് ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് ലഭിച്ച ഗനീമത്ത് സ്വത്തുക്കളിൽപ്പെട്ടതാണ്. അങ്ങനെ വളരെ വലിയൊരു സമ്പത്ത് ഈ യുദ്ധത്തിൻ്റെ ബാക്കി പത്രമായി മുസ്ലിങ്ങൾക്ക് ലഭിച്ചു എന്ന് ചുരുക്കം. അവയൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ഊദ് ഇബ്നു അംർ എന്ന് പറയുന്ന സ്വഹാബിയുടെയും കുറച്ച് സ്വഹാബിമാരെയും അദ്ദേഹത്തിന് നിശ്ചയിച്ചു കൊടുത്ത് അവരുടെ ഒരു സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. അതൊക്കെയും മക്കയുടെ അടുത്തുള്ള ജെറാന എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നും നമുക്ക് ആ സ്ഥലം കാണാൻ കഴിയും, ജെറാന എന്ന് പറയുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കാനാണ്. അത് പിന്നീട് വിതരണം ചെയ്യാനുള്ള സമയം നമ്മൾ വിതരണം ചെയ്യാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അപ്പോഴും ഈ ഹുനൈനും ഔത്താസും ഒക്കെ കഴിഞ്ഞിട്ടും പിന്നെയും നഖ്ല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയ ശത്രുക്കളുണ്ട്. തായിഫിൽ അഭയം തേടിയ ഈ സൈന്യത്തിൻ്റെ നേതാവായ മാലിക് ബിൻ ഔഫ് അടക്കമുള്ള അവിടുത്തെ വലിയ കോട്ടകളിൽ അഭയം തേടിയ ആളുകളുണ്ട്. അവരുടെയൊക്കെയും ഉപദ്രവവും ശല്യവും പൂർണ്ണമായി വിഭാടനം ചെയ്യണമെങ്കിൽ ഈ യുദ്ധം തുടർന്നു കൊണ്ടുപോയേ പറ്റൂ എന്നതായിരുന്നു മുസ്ലിങ്ങളുടെ അന്നത്തെ അവസ്ഥ. അങ്ങനെ പിന്നെ മുസ്ലിം സൈന്യം ഈ മക്കം ഫത്ഹ് മുതൽ തുടങ്ങിയത് ഇതുവരെയും അവസാനിക്കുന്നില്ല. ഹുനൈനിലെത്തി, ഹുനൈനിൽ നിന്ന് ഔത്താസ് പോലുള്ള സംഭവങ്ങൾ നടന്നു. പിന്നെ ത്വായിഫിലേക്ക് പോയി. ത്വായിഫ് യുദ്ധവും ഇസ്ലാമിക ചരിത്രത്തിൽ ചില കാരണങ്ങളാൽ സവിശേഷതയുള്ള ഒരു യുദ്ധമാണ്. ത്വായിഫ് യുദ്ധത്തിലാണ് മുസ്ലിങ്ങൾ ആദ്യമായും, അന്ന് സാധാരണ യുദ്ധത്തിൽ
അറബികൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഉപയോഗിക്കാതിരുന്ന പല ടെക്നോളജികളും ഉപയോഗിക്കുന്നു. അതിലൊന്നാണ് മിൻജനീഖ് എന്ന് പറയുന്ന കോട്ടകൾ തകർക്കാൻ ഉപയോഗിക്കുന്ന വളരെ വലിയ കല്ലുകൾ തൊടുത്തുവിടാൻ കഴിയുന്ന വലിയ തെറ്റാലി. അത് മുസ്ലിങ്ങൾ ആദ്യമായി ഉപയോഗിക്കുന്നത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം തായിഫ് യുദ്ധത്തിലാണ്. അതുപോലെ തന്നെ കോട്ട മുകളിൽ നിന്ന് അമ്പുകളും കല്ലുകളും എറിയുന്ന ശത്രുക്കളെ തടുക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കിയ തടി കൊണ്ടുണ്ടാക്കിയ ഒരു അമ്പുകളിൽ നിന്ന് സംരക്ഷണം നേടാൻ കഴിയുന്ന ഒരു ഉപകരണം, അത് മുസ്ലിങ്ങൾ ആദ്യമായി ഉപയോഗിക്കുന്നത് തായിഫ് യുദ്ധത്തിലാണ്. ഇൻഷാ അല്ലാഹ് തായിഫ് യുദ്ധവും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം വളർന്നു വന്നതും സ്വഹാബിമാർ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളും ശത്രുക്കൾ എത്രയൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഇസ്ലാം അവയൊക്കെ അതിജയിച്ച് മുന്നോട്ട് കടന്നു വന്നതും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആദർശം അടിയുറച്ചില്ല എങ്കിൽ ഷിർക്കിലേക്ക്, അതുപോലെ തന്നെ തെറ്റായ ആശയങ്ങളിലേക്ക്, വളരെ അപകടകരമായ ഇസ്ലാമിൽ തന്നെ പുറത്തു പോയേക്കാവുന്ന വളരെ വലിയ ആദർശ വ്യതിയാനങ്ങളിലേക്ക് മനുഷ്യന്മാർ എത്തിപ്പെടും എന്നും മറ്റുള്ള സമൂഹങ്ങളെ കണ്ട് അതുപോലെ അവരെ അനുകരിക്കാനും അവരോട് സാദൃശ്യപ്പെടാനും അതുപോലെ ഇസ്ലാമിലേക്ക് പുതിയ ആചാരങ്ങൾ കൊണ്ടുവരാനും ശ്രമിച്ചു കഴിഞ്ഞാൽ മുൻകാല സമൂഹങ്ങളിൽ വിശിഷ്യ ബനു ഇസ്രായേലിലേക്ക് സംഭവിച്ചതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് തന്നതുപോലെ ലതർകബുന്ന സുനന മൻ കാന ഖബ്ലക്കും സുന്നത്തൻ മുൻകാല സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ട ആ സമുദായങ്ങൾ എന്തൊക്കെ ചെയ്തുവോ, അവരിൽ എങ്ങനെയൊക്കെ ഈ തെറ്റായ ആദർശങ്ങൾ കടന്നു വന്നുവോ, അവരുടെ നടപടിക്രമങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി മുസ്ലിം സമൂഹത്തിലേക്കും കടന്നു വരും. നിങ്ങൾ അതൊക്കെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താക്കീത് നൽകിയതുപോലെ നമ്മളും നമ്മുടെ ആദർശത്തിലും വിശ്വാസത്തിലും വിശിഷ്യ തൗഹീദുമായി ബന്ധപ്പെട്ട ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. ആദർശത്തെ വളരെ മൂല്യവത്തായ, ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പം നൽകാത്ത, വളരെ വലിയ തൗഫീഖുള്ള ആളുകൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന, അത് വളരെ വിലപിടിപ്പോടുകൂടി കൊണ്ടു നടക്കേണ്ട, എപ്പോഴും ജാഗ്രതയോടുകൂടി സൂക്ഷിക്കേണ്ട ഒന്നാണ് എന്ന തിരിച്ചറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.